എടാ നല്ല നോക്കി കുറച്ച് വീട്ടിലേക്ക് കൊടുത്തു വിടും. നിങ്ങളോട് കൂടിയാ ഞാൻ പറഞ്ഞത്, നല്ല നോക്കി കൊടുത്തു വിട്. ആ ആപ്പിൾ വെഡിങ് എടുത്തേ. എല്ലാവരും കേട്ടോളൂ, എന്റെ പെങ്ങളുടെ കല്യാണത്തിന് എല്ലാവരും വീട്ടിലേക്ക് വരണം. അവിടെയാണ് എല്ലാവർക്കും ഊണ്. എല്ലാവരും വരണം. എന്താ വേലായുധ, വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് എന്നെ ഒന്നും വിളിക്കുന്നില്ലേ? അല്ല, ഇതാരും നമ്മുടെ കമ്മീഷൻ സാറല്ലേ? ഇത്ര വർഷമായിട്ട് ആളിനൊരു മാറ്റമില്ലല്ലോ. നല്ല ചാപ്പാടല്ലേ, അതുകൊണ്ടാ. ഞാൻ ഓർത്തു സാർ എന്റെ പുറകെ ഓടി ഓടി ക്ഷീണിച്ചതായിരിക്കും. തമാശക്കാരനല്ലേ. വണ്ടി കയറ്, സ്റ്റേഷൻ ചെന്ന് ബാക്കി പറയാം. എന്നോട് വണ്ടി കയറാനോ? ഞാൻ കത്തി പോലെ എടുത്തിട്ടില്ല, അറിയാമോ? അതിനല്ലേ എന്റെ കയ്യിൽ തോക്കുള്ളത്. ഹീറോയിൻ കടത്തി കുറ്റത്തിന് നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ മോനെ? സാർ, ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി കല്യാണത്തിന് സാധനങ്ങൾ വാങ്ങാൻ വന്നത് സാർ. 4 വർഷമായി നാട്ടുകാരെ പറ്റിച്ച് നടന്നും പറഞ്ഞിട്ട് ഇനി കല്യാണത്തിന്റെ പേരിലാണോ നിന്റെ തട്ടിപ്പ്? ദേ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കൈയും കെട്ടി വണ്ടി പോയിരുന്നു. എടോ രാജശേഖരൻ. ആ രാജശേഖരനാ, പോയി വണ്ടി കയറി. നീ ആരോടാ വണ്ടിയിൽ കയറാൻ പറഞ്ഞത്? ജീവനേക്കാൾ മാനത്തിന് വില കൽപ്പിക്കുന്നവനാ ഞാൻ. ഇത് ആരുടെ ഏരിയ എന്ന് അറിയാമോ നിനക്ക്? എന്താടാ മോനെ ഇത്? പോൺസിന്റെ പൗഡറാ? നിന്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ പൊക്കി. ബുദ്ധിമോശം ഒന്നും കാണിക്കാതിരിക്കുകയാണെങ്കിൽ മോനെ, ഒരു കേടും കൂടാതെ നിന്നെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. എന്താ കുറച്ചു മുമ്പ് രാജശേഖരൻ വെറും പുല്ലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ യാചിക്കുന്നത്? ഞാൻ തെറ്റാ ചെയ്ത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഒന്ന് ജീപ്പിൽ കയറാൻ. എന്നിട്ട് നീ കേട്ടോ? ഇപ്പൊ തലയും കുത്തി ചാകാൻ കിടക്കും. അയ്യോ വേണ്ട സാർ, ജീവനിലും വലുത് മാനാന്നല്ലേ നീ പറഞ്ഞത്? മാനല്ല സാർ, ജീവൻ തന്നെയാ വലുത്. നീ ഇത് കൊണ്ടൊന്നും ശരിയാവില്ലടാ. സ്വന്തം കൊച്ചിനെ വരെ കൊലക്ക് കൊടുത്തവനല്ലടാ നീ. തല ചെതറിയാലേ നീ ശരിയാവും. കോടതി കയറി നീ ഉടനെ ജാമ്യം എടുക്കുമല്ലോ. അയ്യോ, ഞാൻ ജാമ്യം കൂടി ചോദിക്കില്ല സാർ, ഞാൻ കീഴടങ്ങിക്കോളാം സാർ. നിർത്തണം നിന്റെ കള്ളക്കരച്ചില്. ഈ സിറ്റിയിൽ ഹെറോയിൻ കള്ളക്കടത്തില് നമ്പർ 1 ആരാടാ? ഞാനാ സാർ. പാലക്കാട് 3 കൊല നടന്നല്ലോ, അതിന് കാരണക്കാരൻ ആരാ? ഞാൻ കാരണം സാർ, ഞാൻ കാരണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആരാടാ? ഞാനാ സാർ, ഞാനാ സാർ, ഞാൻ തന്നെയാ സാർ. മാതിയടാ, കുറ്റവാളികളെ പിടികൂടി റൗഡികളെ കിടുകിട വിറപ്പിച്ച നമ്മുടെ പോലീസ് കമ്മീഷണർ മിസ്റ്റർ രാജശേഖരൻ അവർക്ക് ജനമധ്യത്തിൽ അവാർഡ് നൽകി ആദരിക്കുന്നു. കണ്ടില്ലേ എന്റെ അച്ഛനെ നോക്ക്. അങ്ങനെയാണ് മോളെ നിന്റെ അച്ഛൻ പറഞ്ഞത്? അതേമേ, സത്യ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ അച്ഛന്റെ ഫാൻസ് ആയി. നിന്റെ അച്ഛനെ എനിക്ക് നല്ലവണ്ണം അറിയാം. അച്ഛന് മുത്തച്ഛൻ ഒന്നും പറയണ്ട. ആണും പെണ്ണും ഒരു സമമാണ്. അമ്മയെ ഒരു ഫ്രണ്ട് ആയിരിക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. ചോദിക്കണോ അമ്മേ? ഇനി അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നതും വിളിക്കുമ്പോ ഓടിച്ചെല്ലാനോ അതിന്റെ ആവശ്യമില്ലമ്മേ. കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കണം. എന്നിട്ട് തമാശ പറയണോ അമ്മേ? അപ്പോ സാരിയൊക്കെ മടക്കി വെച്ച തുണികളൊക്കെ ആരായിരിക്കും തേച്ചു? അച്ഛന്റെ ഷൂ അമ്മ പോളിഷ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛനും ജോലി ചെയ്യട്ടെ. കേക്കാൻ നല്ല രസമുണ്ട് മോളെ. മോളെ, ഈ കറിയുടെ ഉപ്പം നോക്കൂ. അമ്മേ, കുറച്ച് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇന്ന് മുതൽ മിസ്സസ് ആൻഡ് മിസ്റ്റർ രാജശേഖരൻ ഒരേ ലെവലിൽ സംസാരിക്കുന്നു. ഓക്കേ മോളെ, എത്തിയെന്ന് തോന്നുന്നു. അമ്മേ പറയുന്നത് കേക്കമ്മേ. അച്ഛൻ എന്താ കൊച്ചുകുട്ടിയാ? സ്റ്റേഷനിൽ നിന്ന് വന്ന ആൾക്ക് വീട്ടിലേക്ക് വരാറില്ലേ? അവിടെ ഇരിക്കമ്മേ. അയ്യോ, എന്താ മോളെ ഇത്? മിണ്ടാതിരിക്കമ്മേ. ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം?
എന്താ സരോജിനി, ഇത് പതിവില്ലാത്തൊരു ഇരിപ്പാണല്ലോ. കാൽമുട്ടിന് ഒരു വേദന. മുട്ടുവേദനയാണല്ലേ? അതെങ്ങനെയാ? കാലത്തെ മോർണിംഗ് വാക്കിന് പോയാൽ മുട്ടുവേദന അല്ല, ഒരു വേദന ഉണ്ടാവില്ല. പറഞ്ഞാ നീ കേക്കണ്ടേ? ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം? സരോജിനി, എന്തേലും കഴിക്കാണ്ട് നോക്കി. കോളമാക്കിയല്ലോ അമ്മേ. ഈ സമമാണെന്ന് പറഞ്ഞതൊക്കെ പെണ്ണുങ്ങൾക്കാ, എല്ലാവർക്കും കഴിയില്ല. മനസ്സിലായോ മോളെ? പോ അമ്മേ. ഹലോ. ഹായ് ഗൗരി. ദേവു, അച്ഛാ, അമ്മേ. ദേവു ഫോണില്. ദേവു എന്നെയും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോവോ? അച്ഛനും അമ്മയും ഒരു സമാധാനം തരുന്നില്ല. സ്പീക്കറിലിട്ടെ. ദേവികേ, എന്തൊക്കെയുണ്ട് മോളെ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു അച്ഛാ. ഇനി 4 എക്സാം ബാക്കിയുണ്ട്. മോളെ ഇനി തീർച്ചയായും ഫംഗ്ഷന് വരില്ലേ? എന്ത് ഫംഗ്ഷൻ ആമേ? ഇത് നല്ല പുകലായി. എന്ത് ഫംഗ്ഷൻ ആണെന്നോ? നിന്റെ അച്ഛന്റെ അമ്മയുടെ 25ാമത് വിവാഹ വാർഷികമാണ് ഈ മാസം. നിനക്കറിയില്ലേ മോളെ? എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. സോറി ദേവു, ഞാൻ പറയാൻ മറന്നുപോയി. അത് പോട്ടെ മോളെ. പിന്നെ ഈ ഫംഗ്ഷൻ നമുക്ക് അടിച്ച് പൊളിക്കാനാ തീരുമാനം. നാട്ടിൽ നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നിനക്ക് എത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വാ. CM ഒക്കെ വരുന്നുണ്ട് മോളെ. അയ്യോ, ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. നീ ഇല്ലാതെ എങ്ങനെയാ മോളെ ഇത് ആഘോഷിക്കുന്നത്? ഒന്ന് ചുമ്മാ ഇരുന്നേ. ഒരു പ്രശ്നമില്ല മോളെ, പഠിത്താണ് പ്രധാനം. അതുകൊണ്ട് മോക്ക് എപ്പോ വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. അന്നത്തേക്ക് നമുക്ക് ഫംഗ്ഷൻ. നീ നിക്ക്, ഞാൻ പറഞ്ഞിട്ട് മതി. പിന്നെ മോളെ, അക്കൗണ്ടിൽ പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? പൈസയൊക്കെ ഉണ്ട് അച്ഛാ, പ്രശ്നമൊന്നുമില്ല. അച്ഛാ, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ആരും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. ദേവു മോളെ, ഒരു കാര്യം പറയാനോട് വെക്കരുത്. ഹലോ, മിസ് ദേവിക രാജശേഖരൻ. യെസ്, ഹൂസ് ദിസ്? എന്നെ ഓർമ്മയില്ലേ? അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട വട്ട് കേസ്. ഞാനിപ്പോ ലാബിനുള്ളിലാ. പിന്നീട് നിങ്ങൾ വിളിച്ചാൽ മതി. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചൂടെ? ഒരു രക്ഷയുമില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. ദേവിക, why are you on the phone? കേട്ടില്ലേ, എന്റെ പ്രൊഫസർ വന്നു. ഹാവ് ടു ഗോ. ബൈ. ഓക്കേ, ഞാൻ വെക്കാം. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. സോറി. It's all right. എനിക്ക് എക്സാമിന് ടൈമായി. ഹാവ് ടു ഗോ. ഏയ്, എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്പർ കിട്ടിയെന്നറിയോ? ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? അതെ, എന്റെ അച്ഛനും അമ്മയും പഠിക്കാൻ ഇവിടെ അയച്ചത് തോന്നിയാസം നടക്കാനല്ല. അത് അത്ഭുതമായിരിക്കുന്നു. എന്നെ വീട്ടിലുള്ളവർ പഠിക്കുമൊന്നും വേണ്ട, ചീട്ടും കളിച്ച് ഇവിടെ നടന്നു പറഞ്ഞു വിട്ടിരിക്കുക. ഈ പുസ്തകത്തിന്റെ വലിപ്പം കണ്ടല്ലോ. ഇതിലുള്ളതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച് ഓർമ്മിച്ച് വെക്കണം. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ക്ലിനിക്കൽ സൈക്കോളജി. ആക്ച്വലി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഒരു കൗൺസിലിംഗ് നടക്കോ? ഇതെന്താ വിവരക്കേട് പറയുന്നത്? ദേ ഇത് കേട്ടോ, ഒരു പെണ്ണിന്റെ പിറകെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്, അവളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ശല്യം ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ജീവിതത്തിൽ കുറച്ചെങ്കിലും മുന്നേറാൻ നോക്ക്. ഇതിലുള്ളതെല്ലാം ഞാൻ ഓർമ്മിച്ചിരിക്കണം. മറ്റുള്ളവരുടെ മനസ്സൊന്ന് മനസ്സിലാക്ക്. നന്ദി, നമസ്കാരം. Closely related to mental imagery is special thinking, the kind that we use when we want to determine a shortcut between 2 locations or when we mentally try to rearrange a furniture living room. പേജ് 217 നോക്കി അങ്ങനെ കാണാൻ പറ്റും. Another means is by mental images. By consulting a mental picture, a traveler might determine the shortcuts as from a mental map. എങ്ങനെ? എന്റെ പേര് ഹരീഷ് രാമനാഥൻ. എനിക്ക് അച്ഛനും അമ്മയില്ല. ഇവിടെ അമ്മാവന്റെ കൂടെ താമസം. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുക. ആദ്യം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് ഇവിടെ മലേഷ്യയില. ആൻഡ് ഓൾസോ ഞാനങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും കറങ്ങി നടന്നിട്ടില്ല. യുനോ. എങ്ങനെ? എന്ത്? അല്ല, ഒരു പ്രാവശ്യമല്ലേ നോക്കിയുള്ളൂ. അതാണ്. തനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞേ. വാട്ട്? പറയേ. കളിക്കല്ലേ? അയ്യോ ശരി, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണോ? Close related to mental imagery, randaka. What we call special thinking, randaka. Shortcut between 2 locations, randaka. Stop it. See, so simple. Thanks. You're welcome. ഒന്ന് നിന്നേ. നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സാരമില്ല. എക്സാം കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ പറയാം. ഞാനെപ്പോഴാ കാണാൻ വരുമെന്ന് പറഞ്ഞ്? വരാൻ പറ്റില്ല? ഞാൻ ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? പരീക്ഷയ്ക്ക് മുമ്പ് വേണ്ടാത്തൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ അയ്യോ, വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു തന്ന എക്സാമിന് വരാൻ പോകുന്നത്. താൻ സൂപ്പറായിട്ട് എഴുതിയാൽ മതി. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് സീ യു ആഫ്റ്റർ ദി എക്സാം. ഓ, ഓക്കെ, താങ്ക്സ്.